ജനങ്ങൾക്ക് മിതമായ ചിലവിൽ നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ, ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല ചെരുപ്പ് മുതൽ പുസ്തകം വരെ ഇവിടെ ഇന്നിപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടുന്നതിന് വേണ്ടി ഓണം മെഗാ ഫെയർ സംഘടിപ്പിച്ച ഈ വകുപ്പിനെയും അതിന് ധീരമായ നേതൃത്വം കൊടുക്കുന്ന മന്ത്രി ശ്രീ അനൂപ് ജേക്കബിനെയും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സപ്ലൈകോയുടെ ട്രേഡ് ഫെയറുകൾ, ഓണത്തോടനുബന്ധിച്ചുള്ള ട്രേഡ് ഫെയറുകളുടെ ആരംഭം കഴിഞ്ഞ 8-ാം തീയതി മുഖ്യമന്ത്രി എറണാകുളത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. പിന്നീട് കോഴിക്കോടും തിരുവനന്തപുരത്തുമായി ട്രേഡ് ഫെയറുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നതും ഇതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ ജില്ലാ ഫെയറുകളുടെയും പ്രവർത്തനം ആരംഭം കുറിക്കുകയാണ്. ആ ജില്ലാ ഫെയറുകളും സാധാരണ 10 ദിവസം മുമ്പ് ആരംഭിക്കുന്ന 8 മുതൽ 10 ദിവസം വരെ ഉണ്ടായിരുന്ന സംസ്ഥാന ജില്ലാ ഫെയറുകൾ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫെയറുകളായി പരിവർത്തനപ്പെടുത്താനും ഒപ്പം തന്നെ നിയോജകമണ്ഡല തലങ്ങളിൽ എല്ലാ 140 നിയോജക മണ്ഡലങ്ങളിലും ഇത്തവണ സപ്ലൈകോയുടെ ഫെയറുകൾ ഓണത്തോടനുബന്ധിച്ച് ആരംഭം കുറിക്കുവാനും തീരുമാനിച്ചത് വിപണിയിൽ ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ലഭ്യമാക്കണമെന്ന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗവൺമെൻറ് മാർക്കറ്റ് ഇടപെടലിന് വേണ്ടി ഓണക്കാലത്തേക്ക് മാത്രമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 253 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്താണ് അത്രയും തുക ഓണക്കാലത്തേക്ക് മാത്രമായി സപ്ലൈകോയ്ക്ക് അനുവദിച്ച് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റടക്കം ഇന്ന് കേരളത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിവിധ ഫെയറുകൾ അടക്കം നടപ്പിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ന് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിപണി ഇടപെടലുകൾ വഴി പൊതുജനത്തിന് വിപണിയിലുണ്ടാവുന്ന വില വ്യതിയാനങ്ങളിൽ നിന്ന് വലിയ ആശ്വാസം ലഭ്യമാക്കാൻ കഴിയുമെന്നത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് വിലക്കുറഞ്ഞ സാധനങ്ങൾ കിട്ടുക, ഇപ്പോൾ സപ്ലൈകോയ്ക്ക് കൂടുതൽ വിപണി ഇടപെടലിലൂടെ കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ലഭ്യമാക്കാൻ കഴിയുന്ന സബ്സിഡിയുടെ പരമാവധി തീർച്ചയായിട്ടും സപ്ലൈകോയ്ക്ക് നൽകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഓണക്കാലത്ത് 253 കോടി രൂപ നൽകിയത്. അത് തീർച്ചയായിട്ടും അതിനനുസൃതമായി ഈ ഒരു സ്വയം പര്യാപ്തമായ നിലയിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. നമുക്ക് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള സജീവമായ ഇടപെടൽ ഈ വിപണിയിൽ ഉണ്ട് എന്നത് ഏറെ സന്തോഷത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വിപുലീകരിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ ജനങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. ഇവിടെ നിങ്ങൾ നൽകുന്ന നല്ല അഭിപ്രായങ്ങൾക്കും നല്ല നിർദ്ദേശങ്ങളും അതൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്.
ജനങ്ങൾക്ക് മിതമായ ചിലവിൽ നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ, ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല ചെരുപ്പ് മുതൽ പുസ്തകം വരെ ഇവിടെ ഇന്നിപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടുന്നതിന് വേണ്ടി ഓണം മെഗാ ഫെയർ സംഘടിപ്പിച്ച ഈ വകുപ്പിനെയും അതിന് ധീരമായ നേതൃത്വം കൊടുക്കുന്ന മന്ത്രി ശ്രീ അനൂപ് ജേക്കബിനെയും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സപ്ലൈകോയുടെ ട്രേഡ് ഫെയറുകൾ, ഓണത്തോടനുബന്ധിച്ചുള്ള ട്രേഡ് ഫെയറുകളുടെ ആരംഭം കഴിഞ്ഞ 8-ാം തീയതി മുഖ്യമന്ത്രി എറണാകുളത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. പിന്നീട് കോഴിക്കോടും തിരുവനന്തപുരത്തുമായി ട്രേഡ് ഫെയറുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നതും ഇതിനോടനുബന്ധിച്ച് തന്നെ എല്ലാ ജില്ലാ ഫെയറുകളുടെയും പ്രവർത്തനം ആരംഭം കുറിക്കുകയാണ്. ആ ജില്ലാ ഫെയറുകളും സാധാരണ 10 ദിവസം മുമ്പ് ആരംഭിക്കുന്ന 8 മുതൽ 10 ദിവസം വരെ ഉണ്ടായിരുന്ന സംസ്ഥാന ജില്ലാ ഫെയറുകൾ കൂടുതൽ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഫെയറുകളായി പരിവർത്തനപ്പെടുത്താനും ഒപ്പം തന്നെ നിയോജകമണ്ഡല തലങ്ങളിൽ എല്ലാ 140 നിയോജക മണ്ഡലങ്ങളിലും ഇത്തവണ സപ്ലൈകോയുടെ ഫെയറുകൾ ഓണത്തോടനുബന്ധിച്ച് ആരംഭം കുറിക്കുവാനും തീരുമാനിച്ചത് വിപണിയിൽ ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ലഭ്യമാക്കണമെന്ന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഗവൺമെൻറ് മാർക്കറ്റ് ഇടപെടലിന് വേണ്ടി ഓണക്കാലത്തേക്ക് മാത്രമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് 253 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്താണ് അത്രയും തുക ഓണക്കാലത്തേക്ക് മാത്രമായി സപ്ലൈകോയ്ക്ക് അനുവദിച്ച് നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റടക്കം ഇന്ന് കേരളത്തിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ വിവിധ ഫെയറുകൾ അടക്കം നടപ്പിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ന് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിപണി ഇടപെടലുകൾ വഴി പൊതുജനത്തിന് വിപണിയിലുണ്ടാവുന്ന വില വ്യതിയാനങ്ങളിൽ നിന്ന് വലിയ ആശ്വാസം ലഭ്യമാക്കാൻ കഴിയുമെന്നത് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾക്ക് വിലക്കുറഞ്ഞ സാധനങ്ങൾ കിട്ടുക, ഇപ്പോൾ സപ്ലൈകോയ്ക്ക് കൂടുതൽ വിപണി ഇടപെടലിലൂടെ കൂടുതൽ വരുമാനം വർദ്ധിപ്പിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ലഭ്യമാക്കാൻ കഴിയുന്ന സബ്സിഡിയുടെ പരമാവധി തീർച്ചയായിട്ടും സപ്ലൈകോയ്ക്ക് നൽകും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഓണക്കാലത്ത് 253 കോടി രൂപ നൽകിയത്. അത് തീർച്ചയായിട്ടും അതിനനുസൃതമായി ഈ ഒരു സ്വയം പര്യാപ്തമായ നിലയിലേക്ക് കടന്നു വരുമ്പോൾ ഏറെ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. നമുക്ക് ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ തരത്തിലുമുള്ള സജീവമായ ഇടപെടൽ ഈ വിപണിയിൽ ഉണ്ട് എന്നത് ഏറെ സന്തോഷത്തോടെ ചൂണ്ടിക്കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വിപുലീകരിച്ച് മുമ്പോട്ട് നീങ്ങുമ്പോൾ ജനങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കട്ടെ. ഇവിടെ നിങ്ങൾ നൽകുന്ന നല്ല അഭിപ്രായങ്ങൾക്കും നല്ല നിർദ്ദേശങ്ങളും അതൊക്കെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്.
ജനങ്ങൾക്ക് മിതമായ ചിലവിൽ നല്ല ഭക്ഷണ സാധനങ്ങൾ കിട്ടാൻ